ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. കാഴ്ചയില്ലാത്തവർക്ക് കണ്ണും കാതും ആവേണ്ട സർക്കാരും പൊതുസമൂഹവും അവരെ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ഇവരുടെ ഉന്നമനത്തിനായി സർക്കാർ വർഷം തോറും തുക നീക്കിവെക്കാറുണ്ടെങ്കിലും ഇതൊന്നും എത്തേണ്ട കൈകളിൽ എത്തുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പ്രതിഷേധ സ്വരം ഉയർത്തി ഭിന്നശേഷിക്കാർ പ്രതീകാത്മക മരണത്തിനു വരെ തയ്യാറെടുക്കുകയാണ്. വാർത്ത കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. 51ാമത് സംസ്ഥാന സ്കൂൾ കായികമേള ഡിസംബർ 5 മുതൽ 8 വരെ കോഴിക്കോട്ട്. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ. കലാകായിക സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു തലമുറ വളർന്നു വന്നില്ലെങ്കിൽ തീവ്രവാദ വർഗീയ മനോഭാവങ്ങളിലേക്ക് യുവത്വം വഴുതി വീഴാനിടയുണ്ടെന്ന് ബാബു പറശ്ശേരി. മാൻഹോൾ ദുരന്തത്തിൽ മരണപ്പെട്ട നൌഷാദിന്റെ മരണത്തിന് സമാനമായ ജീവത്യാഗം ചെയ്ത ഹരിത് കുമാറിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപയും സർക്കാർ ജോലിയും അനുവദിക്കണമെന്ന് ഹിന്ദു ഐക്യവേദി. വാർത്തകൾ വിശദമായി. 51ാമത് സംസ്ഥാന സ്കൂൾ കായികമേള ഡിസംബർ 5 മുതൽ 8 വരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഒളിമ്പ്യൻ റഹ്മാൻ സ്റ്റേഡിയത്തിൽ നടക്കും. 95 ഇനങ്ങളിലായി 2650 അത്ലറ്റുകളാണ് മേളയിൽ മാറ്റുരയ്ക്കുക. 51ാമത് സംസ്ഥാന സ്കൂൾ കായികമേള ഡിസംബർ 5 മുതൽ 8 വരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഒളിമ്പ്യൻ റഹ്മാൻ സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത്. 95 ഇനങ്ങളിലായി 2650 അത്ലറ്റുകൾ, അധ്യാപകർ, ഒഫീഷ്യലുകൾ, മീഡിയ പ്രവർത്തകർ, വോളണ്ടിയർമാർ, മറ്റ് സംഘാടകർ എന്നിവരടക്കം 5000ത്തോളം ആളുകളാണ് പങ്കെടുക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഒളിമ്പ്യൻ റഹ്മാൻ സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ മാത്രമായി നടക്കുന്ന മത്സരത്തിന് വിപുലമായ ക്രമീകരണങ്ങളും കുട്ടികളുടെ സുരക്ഷയ്ക്കും താമസത്തിനും വേണ്ടിയുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ഒരുക്കിയിട്ടുള്ളതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിൽ നിന്നും വരുന്ന അത്ലറ്റുകൾക്ക് പട്ടണത്തിലും സമീപ പ്രദേശങ്ങളിലുമുള്ള 13 സ്കൂളുകളിലും താമസ സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്തു നിന്നും ആരംഭിക്കുന്ന ദീപശിഖ പ്രയാണം 4-ന് ജില്ലാ അതിർത്തിയായ രാമനാട്ടുകരയിൽ എത്തിച്ചേരും. മുനിസിപ്പൽ ചെയർമാൻ ബാലകൃഷ്ണൻ വാഴയിലിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകും. തുടർന്ന് തൊണ്ടയാട് ജംഗ്ഷനിൽ നിന്ന് 100 കണക്കിന് അത്ലറ്റുകളുടെ അകമ്പടിയോടെ സ്റ്റേഡിയത്തിലെത്തുന്ന ദീപശിഖ ഒളിമ്പ്യൻ PT ഉഷ സ്വീകരിക്കും. ശനിയാഴ്ച 9 മണിക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഒളിമ്പ്യൻ റഹ്മാൻ സ്റ്റേഡിയത്തിൽ പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടർ വിശ്വലത പതാക ഉയർത്തുന്നതോടെ പരിപാടികൾ ആരംഭിക്കും. വൈകിട്ട് 3:30 വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി PK അബ്ദുറബ്ബിന്റെ അധ്യക്ഷതയിൽ ട്രാൻസ്പോർട്ട് സ്പോർട്സ് വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ മുഖ്യ പ്രഭാഷണം നടത്തും. ഉദ്ഘാടന സമ്മേളനത്തോടനുബന്ധിച്ച് നടക്കുന്ന വിപുലമായ ആഘോഷ പരിപാടിയിൽ സ്റ്റേഡിയത്തിൽ വിവിധ കലാരൂപങ്ങളും വിവിധ സ്കൂളുകളിലെ കുട്ടികളുടെ കലാപ്രകടനങ്ങളും കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന ദൃശ്യാവിഷ്കാരവും ഉണ്ടായിരിക്കും. മേളയുടെ സുഗമമായ നടത്തിപ്പിനു വേണ്ടി ജനപ്രതിനിധികൾ ചെയർമാൻമാരായി 17 സബ് കമ്മിറ്റികൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. പ്രമുഖ അധ്യാപക സംഘടനകളുടെ സംസ്ഥാന ഭാരവാഹികളാണ് സബ് കമ്മിറ്റി കൺവീനർമാർ. മേളയുടെ ഭക്ഷണപന്തൽ ക്രമീകരിച്ചിരിക്കുന്നത് ദേവഗിരി സേവിയർ സ്കൂളിലാണ്. സമാപന സമ്മേളനം 8-ന് ചൊവ്വാഴ്ച വൈകിട്ട് 4:30 നടക്കും. മേയർ VKC മുഹമ്മദ് കോയയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി PK അബ്ദുറബ്ബ് ഉദ്ഘാടനം ചെയ്യും. 22 വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം കോഴിക്കോട് നഗരത്തിലെത്തിയ കായിക മാമാങ്കത്തെ മാധ്യമപ്രവർത്തകരും ജനപ്രതിനിധികളും വിദ്യാഭ്യാസ പ്രവർത്തകരും കോഴിക്കോട്ടെ കായിക പ്രേമികളും അടങ്ങുന്ന പൌരാവലിയെ വളരെ ആവേശത്തോടെയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. കലാകായിക സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു തലമുറ വളർന്നു വന്നില്ലെങ്കിൽ തീവ്രവാദ വർഗീയ മനോഭാവങ്ങളിലേക്ക് യുവത്വം വഴുതി വീഴാനിടയുണ്ടെന്ന് ബാബു പറശ്ശേരി. എഞ്ചിനീയർ NT ദാമോദരൻ മെമ്മോറിയൽ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എഞ്ചിനീയർ NT ദാമോദരൻ മെമ്മോറിയൽ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് VK കൃഷ്ണമേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി ഉദ്ഘാടനം ചെയ്തു. കലാകായിക സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു തലമുറ വളർന്നു വന്നില്ലെങ്കിൽ തീവ്രവാദ വർഗീയ മനോഭാവങ്ങളിലേക്ക് യുവത്വം വഴുതി വീഴാനിടയുണ്ടെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ബാബു പറശ്ശേരി പറഞ്ഞു. ഒരു വ്യക്തിയുടെ പേരിനൊപ്പം ഒരു പുതിയ മേൽവിലാസം നേടിയെടുക്കാൻ യുവതലമുറയെ പ്രാപ്തരാക്കുന്ന രംഗമാണ് കായിക രംഗമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
അതുകൊണ്ട് നിങ്ങൾ പഠനത്തോടൊപ്പം ഈ രംഗത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുക, ഈ രംഗത്ത് നല്ല പരിശീലനം സിദ്ധിക്കുക, ഈ രംഗത്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. നാട്ടിൽ വളർന്നു വരുന്ന എല്ലാ അരക്ഷിത പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുന്ന അരാജക പ്രവണതകളും കാണിക്കുന്ന നമുക്കൊന്നും യോജിക്കാൻ കഴിയാത്ത ഗുണകരമല്ലാത്ത എല്ലാ പ്രവണതകൾക്കെതിരെയും പ്രതികരിച്ചുകൊണ്ട് കളിയിലൂടെ കളിച്ചു മുന്നേറുക എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ നിങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ജില്ലാ ഹാൻഡ്ബോൾ പ്രസിഡന്റ് പി സോമസുന്ദരൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ജില്ലയിലെ സ്പോർട്സ് മേഖലയുടെ ഉന്നമനത്തിനു വേണ്ടി പ്രയത്നിക്കുന്ന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് കെ ജെ മത്തായിയെ അസോസിയേഷൻ യോഗത്തിൽ ആദരിച്ചു. ജില്ലാ ഹാൻഡ്ബോൾ അസോസിയേഷൻ സെക്രട്ടറി കെ രാമദാസ്, ടി പി ദാസൻ, പി ടി സുന്ദരൻ, ദാമോദരൻ, എം ബഷീർ, എം ഹാരിസ്, സജീവ് ദാമോദർ, മൂസ ഹാജി, കെ അശോകൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. മാൻഹോൾ ദുരന്തത്തിൽ മരണപ്പെട്ട നൌഷാദിന്റെ മരണത്തിന് സമാനമായ ജീവത്യാഗം ചെയ്ത ഹരിത് കുമാറിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപയും സർക്കാർ ജോലിയും അനുവദിക്കണമെന്ന് ഹിന്ദു ഐക്യവേദി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. 2012 പന്തെടുക്കാൻ കിണറ്റിലിറങ്ങിയ കുട്ടിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഹരിത് കുമാർ മരണപ്പെട്ടത്. ആ നൌഷാദിന്റെയും അതോടൊപ്പം തന്നെ മരണപ്പെട്ട രണ്ടുപേരുടെയും കുടുംബത്തിന്റെ ദുഃഖത്തിൽ ഹിന്ദു ഐക്യവേദി പങ്കുചേരുകയും അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്യുകയാണ്. മാൻഹോൾ ദുരന്തത്തിൽ മരണപ്പെട്ട നൌഷാദിന്റെ മരണത്തിന് സമാനമായ ജീവത്യാഗം നടത്തിയ ഹരിത് കുമാറിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപയും സർക്കാർ ജോലിയും അനുവദിക്കണമെന്ന് ഹിന്ദു ഐക്യവേദി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി നേതൃത്വം ആവശ്യപ്പെട്ടു. 2012 ഏപ്രിൽ 17 പന്തെടുക്കാൻ കിണറ്റിലിറങ്ങിയ ഷഫീഖിനെ രക്ഷിക്കുവാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഹരിത് കുമാർ മരണപ്പെട്ടത്. ഫറൂഖ് നല്ലൂരിനടുത്തുള്ള പെട്രോൾ പമ്പിൽ മാനേജരായിരുന്നു വെള്ളയിൽ തെക്കരകം പറമ്പ് രാജന്റെ മകൻ ഹരിത് കുമാർ. ഹരിത് കുമാറിന്റെ മരണത്തോടെ കുടുംബത്തിന്റെ ഏക അത്താണിയാണ് നഷ്ടമായത്. സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി കുടുംബമാണ് ഹരിത് കുമാറിന്റേത്. മരണത്തെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 3 ലക്ഷം രൂപ മാത്രമാണ് സഹായമായി ലഭിച്ചത്. ഏകമകനും നഷ്ടപ്പെട്ടതോടെ വലിയ സാമ്പത്തിക വിഷമത അനുഭവിക്കുകയാണ് ദരിദ്ര കുടുംബത്തിന്റെ നാഥനായിട്ടുള്ള ഹരിത് കുമാറിന്റെ പിതാവ് രാജൻ. അതിനാൽ നഷ്ടപരിഹാര തുക 10 ലക്ഷമായി ഉയർത്തണമെന്നും ഹരിത് കുമാറിന്റെ സഹോദരിക്ക് സർക്കാർ ജോലി നൽകണമെന്നും ഹിന്ദു ഐക്യവേദി വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഷഫീഖ് എന്ന് പറയുന്ന കുട്ടി പന്തെടുക്കാൻ വേണ്ടിയിട്ട് കിണറ്റിലിറങ്ങിയ സമയത്ത് ആ കുട്ടി ജീവൻ പോകും എന്ന അവസ്ഥ വന്ന സമയത്ത് ഈ ഹരിത് കുമാർ വളരെ പെട്ടെന്ന് അവിടെ ഓടിയെത്തുകയും ആ കിണറ്റിൽ മരിച്ചു വീഴുകയാണ് ചെയ്തിട്ടുള്ളത്. ഏകദേശം നൌഷാദിന്റെ അതേ തരത്തിലുള്ള ഒരു ജീവത്യാഗമാണ് ആ സമയത്ത് സംഭവിച്ചിട്ടുള്ളത്. ഹരിത് കുമാറിന്റെ പിതാവ് ടി പി രാജൻ, ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് ശശി കമ്മട്ടേരി, ജനറൽ സെക്രട്ടറി അനിൽ മായനാട്, സംഘടനാ സെക്രട്ടറി കെ ഷൈനു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. BSNL എംപ്ലോയീസ് യൂണിയൻ 8ാം സംസ്ഥാന സമ്മേളനത്തിന് കോഴിക്കോട്ട് തുടക്കം. 3 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനം CITU അഖിലേന്ത്യാ പ്രസിഡന്റ് AK പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. പൊതുമേഖലാ സ്ഥാപനങ്ങളെ തകർക്കുകയും സ്വകാര്യ മൂലധനത്തെ വളർത്തുകയും ചെയ്യുന്ന ആഗോളവൽക്കരണ ഉദാരവൽക്കരണ നയങ്ങളുടെ ഇരയാണ് BSNL എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. BSNL എംപ്ലോയീസ് യൂണിയൻ 8ാമത് സംസ്ഥാന സമ്മേളനത്തിന് കോഴിക്കോട് ടാഗോർ ഹാളിൽ തുടക്കമായി. CITU അഖിലേന്ത്യാ പ്രസിഡന്റ് AK പത്മനാഭൻ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ടെലികോം രംഗത്ത് സ്വകാര്യ കമ്പനികൾ വൻ നിക്ഷേപം നടത്തുമ്പോൾ സ്വന്തം സ്ഥാപനമായ BSNLൽ ചില്ലിക്കാശ് പോലും നിക്ഷേപിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്നത് BSNLന്റെ മുരടിപ്പിലേക്ക് നയിക്കുകയാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. പൊതുമേഖലാ സ്ഥാപനങ്ങളെ തകർക്കുകയും സ്വകാര്യ മൂലധനത്തെ വളർത്തുകയും ചെയ്യുന്ന ആഗോളവൽക്കരണ ഉദാരവൽക്കരണ നയങ്ങളുടെ ഇരയാണ് BSNL എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ന് BSNL എന്ന സ്ഥാപനത്തെ സംരക്ഷിക്കുക, പൊതുമേഖലയെ ആകെ സംരക്ഷിക്കുക, ഇന്ത്യയിലെ ജനങ്ങളുടെ അവകാശങ്ങളെ സംരക്ഷിക്കുക, ജനാധിപത്യത്തെ സംരക്ഷിക്കുക, ജനകീയ ഐക്യത്തെ സംരക്ഷിക്കുക എന്നുള്ള BSNL എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് AV കുര്യാക്കോസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. BSNL കേരള CGM L അനന്തറാം മുഖ്യാതിഥിയായിരുന്നു. സ്വാഗത സംഘം രക്ഷാധികാരി M ഭാസ്കരൻ, KSKTU ജനറൽ സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ, FSCTO ജനറൽ സെക്രട്ടറി PHM ഇസ്മായിൽ, കോൺഫെഡറേഷൻ ജനറൽ സെക്രട്ടറി M കൃഷ്ണൻ, VAN നമ്പൂതിരി, KG ജയരാജ്, CJ നന്ദകുമാർ, M കുഞ്ഞികൃഷ്ണൻ, സ്വാഗത സംഘം ജനറൽ കൺവീനർ KV ജയരാജൻ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. വാർത്തകളിൽ ഒരിടവേള. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. പറ അച്ഛാ, എനിക്ക് കല്യാണത്തിന്
കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. For you, forever. Apollo Gold, Kozhikode, Tirur, Manjeri, Vadagara, Kannur. പ്രപഞ്ചം നാരായണ ട്രാവൽസ്. ചുരുങ്ങിയ ചിലവിൽ ശബരിമല യാത്ര ഓൺലൈൻ ദർശനത്തോടുകൂടി വൃശ്ചികം 1 മുതൽ പടിപൂജ വരെ ദിവസേന പ്രസാദ, താമസ, ഭക്ഷണ സൗകര്യങ്ങളോടുകൂടി യാത്ര പുറപ്പെടുന്നു. ഡിസംബർ മുതൽ കരിമല യാത്ര. ശബരിമല ദർശനം കഴിഞ്ഞ് മടക്കം പുൽമേട് വഴി മധുര, തിരുപ്പുറകുണ്ടം, പഴനി വഴി പ്രത്യേക യാത്ര. ശ്രീ ശബരിമല മേലുദിക്കുന്ന നിർധനരായ 251 സ്വാമിമാർക്ക് സൗജന്യ യാത്ര. വിശദവിവരങ്ങൾക്കും ബുക്കിംഗിനും ഓഫീസുമായോ അടുത്തുള്ള ഏജൻസിയുമായോ ബന്ധപ്പെടുക. ഫോൺ 0495-270-3872. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആഘോഷിക്കുന്നു 22 സുവർണ വർഷങ്ങൾ നിങ്ങൾക്കൊപ്പം. ഓരോ 30,000 രൂപയുടെ പർച്ചേസിനുമൊപ്പം സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ നേടൂ സ്വർണ്ണ നാണയങ്ങൾ. ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ ഗോൾഡ് ബാറുകൾ സമ്മാനം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. കണ്ണില്ലാത്തവരെ കാണാൻ ഡിസംബർ 3 ലോക ഭിന്നശേഷി ദിനത്തിൽ കാഴ്ചയില്ലാത്തവർ പ്രതീകാത്മക മരണം വരിക്കുന്നു. ലക്ഷങ്ങൾ ചിലവഴിച്ച് സർക്കാർ വികലാംഗ ദിനാഘോഷങ്ങൾ നടത്തുന്നതല്ലാതെ തങ്ങൾക്ക് യാതൊരുവിധ സാമ്പത്തിക സഹായവും ലഭിക്കുന്നില്ലെന്നും അന്തരുടെ സംയുക്ത സമിതി നേതൃത്വം വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഈ കാഴ്ചവൈകല്യമുള്ളവർക്ക് വേണ്ടി ഉള്ള അവരുടെ ബാക്ക്ലോഗ് ഫില്ല് ചെയ്യുന്ന കാര്യത്തിൽ ഇതുവരെ ഗവൺമെന്റ് വേണ്ടത്ര ശ്രദ്ധ ചെലുത്തിയിട്ട് കാണുന്നില്ല. കണ്ണില്ലാത്തവരെ കാണാൻ ഡിസംബർ 3 ലോക ഭിന്നശേഷി ദിനത്തിൽ കാഴ്ചയില്ലാത്തവർ തൃശൂർ ജില്ലയിൽ പ്രതീകാത്മക മരണം വരിക്കുന്നു. ഭിന്നശേഷിയുള്ളവർക്ക് വേണ്ടി സർക്കാർ ലക്ഷക്കണക്കിന് തുക നീക്കിവെക്കുമ്പോഴും ഇതിന്റെ യാതൊരു ഗുണഫലവും ലഭിക്കാതെ നരകയാതന സഹിച്ചു കഴിയുകയാണ് ഭിന്നശേഷിയുള്ളവർ. അതേസമയം ലക്ഷക്കണക്കിന് തുക ചെലവഴിച്ച് സർക്കാർ വികലാംഗ ദിനാഘോഷങ്ങൾ സംഘടിപ്പിക്കുകയാണ്. ഇത് വികലാംഗർക്ക് വേണ്ടി മാറ്റിവെച്ച തുകകൾ ദൂർത്തടിക്കുന്നതിനും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും വേണ്ടിയാണെന്ന് അന്തരുടെ സംയുക്ത സമിതി നേതൃത്വം വാർത്താസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. കുലത്തൊഴിലായ കളിമൺ പാത്ര നിർമ്മാണം കൊണ്ട് മാത്രം ഉപജീവനം കഴിക്കുന്ന കുമ്പാര സമുദായക്കാരുടെ ഒരു സംഘം ഇന്നും ഓഴൂർ പഞ്ചായത്തിലുണ്ട്. കുടമുണ്ടാക്കുന്നവർ എന്നാണ് പ്രാചീന കാലം മുതൽ സമൂഹം ഇവരെ വിളിച്ചിരുന്നത്. കാലം ഒരുപാട് പുരോഗമിച്ചെങ്കിലും വാസയോഗ്യമായ വീടും സഞ്ചാരപാത ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ ഇന്നും ഇവർക്ക് അന്യമാണ്. ആന്ധ്രയിൽ നിന്നും കുടിയേറിപ്പാർത്ത കുമ്പാര കുടുംബങ്ങളാണ് ഇന്ന് മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ളത്. കാലം ഒരുപാട് പുരോഗമിച്ചെങ്കിലും ഈ കുമ്പാര സമുദായത്തിന്റെ ജീവിതചര്യയിൽ ഇതുവരെ കാതലായ മാറ്റമുണ്ടായിട്ടില്ല. മലപ്പുറം ഓഴൂർ പഞ്ചായത്തിൽ മാത്രം 22 കുമ്പാര കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. കളിമൺ പാത്ര നിർമ്മാണം മാത്രം നടത്തി ജീവിക്കുന്ന ഇവർ ഇന്ന് ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. കളിമൺ പാത്ര നിർമ്മാണത്തിന്റെ മുഖ്യ അസംസ്കൃത വസ്തുവായ കളിമണ്ണിന്റെ ലഭ്യതക്കുറവാണ് ഇവരെ കുലത്തൊഴിലിൽ നിന്നും പിന്നോട്ടടിക്കുന്നത്. വർഷങ്ങളായി കോളനിയിൽ വോട്ടഭ്യർത്ഥിച്ചെത്തുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഇവർക്ക് പല വാഗ്ദാനങ്ങളും നൽകാറുണ്ടെങ്കിലും ഇവ വാക്കുകളിൽ മാത്രം ഒതുങ്ങാറാണ് പതിവെന്ന് കോളനിക്കാർ പറയുന്നു. ഒരു കാലത്തും നടപ്പിലാകാത്ത വൻ പദ്ധതികൾക്ക് പകരം ജീവിക്കാനാവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കിത്തരണമെന്നാണ് ഇവരുടെ ആവശ്യം. നിങ്ങൾക്കറിയാം, കളിമണ്ണ് കിട്ടാനുള്ള ലഭ്യതയും അതുപോലെ തന്നെ ഇവിടെ ഞങ്ങൾക്ക് വീടുകൾ എല്ലാം ചെറിയ ചെറിയ വീടുകളിൽ താമസിക്കുന്നവരാണ് ഞങ്ങൾ. അതുപോലെ തന്നെ ചോള ഷെഡിന് പഞ്ചായത്തിൽ നിന്നോ അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിൽ നിന്നോ ബ്ലോക്കിൽ നിന്നോ ഇതുവരെ ഞങ്ങൾക്ക് ഒരു ധനസഹായം കിട്ടിയിട്ടില്ല. ചോദിച്ചാൽ പറയും നിങ്ങൾക്ക് ഫണ്ടില്ല, നിങ്ങൾക്ക് അതിനുള്ള മാർഗം ഇതൊന്നും നീക്കി വെച്ചിട്ടില്ല എന്നറിയാം. പക്ഷേ ഞങ്ങൾ ഈ പാവപ്പെട്ട മൺപാത്ര നിർമ്മാണക്കാർ എന്താണ് ചെയ്യുക സാർ, നിങ്ങൾ ആലോചിക്കണം. കാരണം വെച്ചാൽ കളിമണ്ണിൽ ജോലിയെടുത്ത് ഇന്ന് വരെ കുടുംബം പോറ്റാതെ കഴിയുന്ന ഒരു താഴ്ന്ന വർഗ്ഗക്കാരാണ് ഞങ്ങൾ. ഗവൺമെന്റോ ഇവിടെ മാറി മാറി ഈ വാർഡിൽ നിന്നും ബ്ലോക്കിലേക്കും പഞ്ചായത്തിലേക്കും മത്സരിച്ചു പോകുന്ന സ്ഥാനാർത്ഥികൾ പിന്നെ ഇങ്ങനെ തിരിഞ്ഞു നോക്കാറില്ല. സവർണരുടെ മേൽക്കൈമയും ജാതി വേർതിരിവും ചൂഷണവും ഉയർച്ചയിലെത്തിയപ്പോൾ സമ്മർദ്ദത്തിന് വഴങ്ങി കൂടുവിട്ട് കൂടുമാറിയ കുംഭാരന്മാർ കാലഗതിയിൽ ദാരിദ്ര്യത്തിന്റെ തീച്ചൂളയിലേക്ക് വലിച്ചെറിയപ്പെടുകയായിരുന്നു. അകപ്പെട്ട ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുവാൻ ഒരു കൈ സഹായം ആവശ്യപ്പെടുകയാണ് കുംഭാരന്മാർ.
വിലക്കയറ്റത്തിനും വർഗീയതയ്ക്കുമെതിരെ സിപിഐഎം നേതൃത്വത്തിൽ ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ സായാഹ്ന ധർണകൾ സംഘടിപ്പിച്ചു. അഖിലേന്ത്യാ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി നടന്ന ധർണാ സമരങ്ങളിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. വിലക്കയറ്റം തടയുക, വർഗീയതയെ ചെറുക്കുക എന്ന മുദ്രാവാക്യമുയർത്തി സിപിഐഎം നേതൃത്വത്തിൽ ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ സായാഹ്ന ധർണകൾ സംഘടിപ്പിച്ചു. ബേപ്പൂർ ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ധർണ സിപിഎം ഏരിയ കമ്മിറ്റി മെമ്പർ എം ചായച്ചുട്ടി ഉദ്ഘാടനം ചെയ്തു. പേരോത്ത് പ്രകാശൻ അധ്യക്ഷനായിരുന്നു. ലോക്കൽ സെക്രട്ടറി കെ രാജീവ്, പള്ളത്ത് റസൽ, പി ജലജ, എൻ അനിൽ തുടങ്ങിയവർ ധർണയിൽ പങ്കെടുത്ത് സംസാരിച്ചു. നടക്കാവ് ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച സായാഹ്ന ധർണ ജില്ലാ കമ്മിറ്റി അംഗം പി ലക്ഷ്മണൻ ഉദ്ഘാടനം ചെയ്തു. ചാലപ്പുറം ലോക്കൽ കമ്മിറ്റി ഇടിയങ്ങരയിൽ സംഘടിപ്പിച്ച ധർണ ഏരിയ കമ്മിറ്റി അംഗം മേലടി നാരായണൻ ഉദ്ഘാടനം ചെയ്തു. കരുവശ്ശേരി ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച ധർണ ഏരിയ കമ്മിറ്റി അംഗം കെ കിഷോറും, എടക്കര ലോക്കൽ കമ്മിറ്റി അന്നശ്ശേരി ബസാറിൽ സംഘടിപ്പിച്ച ധർണ മഹിളാ അസോസിയേഷൻ ജില്ലാ ട്രഷറർ പാണൂർ തങ്കവും ഉദ്ഘാടനം ചെയ്തു. തലക്കുളത്തൂർ ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച ധർണ ഏരിയ കമ്മിറ്റി അംഗം ഒ സദാശിവനും, എലത്തൂരിലും എരഞ്ഞിക്കലിലും കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം രാധാകൃഷ്ണനും, പുതിയങ്ങാടിയിൽ ഇ എം ജംഷീറും, വെസ്റ്റ് ഹില്ലിൽ സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം കെ ടി കുഞ്ഞിക്കണ്ണനും, എരഞ്ഞിപ്പാലത്ത് കോഴിക്കോട് നോർത്ത് ഏരിയ സെക്രട്ടറി ടി വി നിർമ്മലനും, വേങ്ങേരിയിൽ സിഐടിയു ജില്ലാ സെക്രട്ടറി സി പി സുലൈമാനും ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി നടന്ന ധർണാ സമരത്തിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. 3 ദിവസത്തെ സംസ്ഥാനതല ലോക ഭിന്നശേഷി ദിനാചരണ പരിപാടികൾ കോഴിക്കോട്ട് നടന്നുവരികയാണ്. സെമിനാറുകൾ, കലാകായിക മത്സരങ്ങൾ, ഭിന്നശേഷി നിർണയ ക്യാമ്പ് എന്നിവയാണ് ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്നത്. കായിക മത്സരങ്ങളുടെ ഉദ്ഘാടനം ഭിന്നശേഷിയുള്ളവർക്കുള്ള നാഷണൽ ലെവൽ ബാഡ്മിന്റൺ ചാമ്പ്യൻ നീരജ് ജോർജ് നിർവഹിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ വൈകല്യമുള്ളവരുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള ഉടമ്പടി അംഗീകരിച്ച് ഒപ്പിട്ടിട്ടുള്ള ഭാരതം ഉൾപ്പെടെ 191 രാഷ്ട്രങ്ങളും ലോക ജനതയും ഒത്തൊരുമിച്ച് ഡിസംബർ 3 ലോക ഭിന്നശേഷി ദിനമായി ആചരിക്കുകയാണ്. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും സ്ത്രീകളുടെയും വയോജനങ്ങളുടെയും കുട്ടികളുടെയും ഉന്നമനം ലക്ഷ്യമാക്കി നിരവധി ക്ഷേമ പദ്ധതികൾ സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കി വരുന്നു. ഇതിൽ ഭിന്നശേഷിയുള്ളവർക്കായി വിവിധ വകുപ്പുകളുടെയും സന്നദ്ധ സംഘടനകളുടെയും സഹകരണത്തോടെ നടപ്പാക്കുന്ന വിവിധ പദ്ധതികളെ പരിചയപ്പെടുത്തുന്നതിനും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഇവരെ എത്തിക്കുന്നതിനുമാണ് ഈ ദിനാചരണം ലക്ഷ്യം വെക്കുന്നത്. സംസ്ഥാന സർക്കാർ 2015 ലോക ഭിന്നശേഷി ദിനം വിപുലമായ പരിപാടികളോടെ സംസ്ഥാനതലത്തിൽ കോഴിക്കോട് വെച്ചാണ് നടത്തുന്നത്. നവംബർ 29 മുതൽ ഡിസംബർ 3 വരെ വിപുലമായ വിവിധ പരിപാടികളാണ് നടക്കുന്നത്. ആദ്യ ദിനം ചക്കോരത്തുകുളം റോട്ടറി യൂത്ത് സെന്ററിൽ ഭിന്നശേഷിക്കാർക്കായുള്ള കരിയർ സെമിനാർ നടന്നു. രണ്ടാം ദിനം സാമൂതിരി ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ കായിക മത്സരങ്ങളാണ് അരങ്ങേറിയത്. കോർപ്പറേഷൻ കൌൺസിലർ അഡ്വക്കേറ്റ് പി എം നിയാസ് അധ്യക്ഷം വഹിച്ച പരിപാടി ഭിന്നശേഷിയുള്ളവർക്കുള്ള നാഷണൽ ലെവൽ ബാഡ്മിന്റൺ ചാമ്പ്യൻ നീരജ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. വൈശാഖ് എസ് ആർ, റഷീദ് ബി. എന്റെ ധാരണ ശരിയാണെങ്കിൽ ഇതിൽ വിജയിക്കുന്നവർ ദേശീയ തലത്തിലും പിന്നെ അന്താരാഷ്ട്ര തലത്തിലും എന്നെ പോലെ അന്താരാഷ്ട്ര തലത്തിലേക്കും ഉയർന്നു വരും എന്നുള്ള പ്രതീക്ഷ എന്തായാലും എനിക്കുണ്ട്. ശാരീരിക വൈകല്യമുള്ളവരുടെ നാഷണൽ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ സെലക്ഷൻ ലഭിച്ച കേരള ടീമിനെ പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ ആദരിച്ചു. കൌൺസിലർ തോട്ടത്തിൽ രവീന്ദ്രൻ, കേരള വികലാംഗ അസോസിയേഷൻ ചെയർമാൻ സൈനുദ്ദീൻ മടവൂർ, റസാഖ് മാസ്റ്റർ, വിജയകുമാർ, ടി പി സാറാമ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. സമാപന യോഗത്തിൽ ഭിന്നശേഷിയുള്ളവർക്കുള്ള ഒളിമ്പിക്സ് മെഡൽ ജേതാവ് ആകാശ് മാധവൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഒരിടവേള കൂടി, ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. PIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. Apollo Gold, Kozhikode, Tirur, Manjeri, വടകര, കണ്ണൂർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആഘോഷിക്കുന്നു 22 സുവർണ വർഷങ്ങൾ നിങ്ങൾക്കൊപ്പം.
ഓരോ 30,000 രൂപയുടെ പർച്ചേസിനുമൊപ്പം സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ നേടൂ സ്വർണ്ണ നാണയങ്ങൾ. ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ ഗോൾഡ് ബാറുകൾ സമ്മാനം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. നഗരവികസനത്തിനായി കൈകോർക്കാൻ മേയറും വ്യാപാരികളും തമ്മിൽ മുഖാമുഖം സംഘടിപ്പിച്ചു. കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ ആഭിമുഖ്യത്തിലാണ് മേയർ VKC മുഹമ്മദ് കോയയുമായി മുഖാമുഖം ഒരുക്കിയത്. നഗരവികസനത്തിന് ഒന്നിക്കുമെന്ന് പ്രഖ്യാപിച്ച് മേയറും വ്യാപാരികളും തമ്മിൽ മുഖാമുഖം സംഘടിപ്പിച്ചു. കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ ആഭിമുഖ്യത്തിലാണ് മേയർ VKC മുഹമ്മദ് കോയയുമായി മുഖാമുഖം സംഘടിപ്പിച്ചത്. കാലിക്കറ്റ് കോസ്മോപൊളിറ്റൻ ക്ലബ്ബിൽ ഡെപ്യൂട്ടി മേയർ മീര ദർശകും പങ്കെടുത്തു. നഗരവികസനത്തിന് നിരവധി ആശയങ്ങൾ വ്യാപാരികൾ മേയർക്കൊപ്പം പങ്കുവച്ചു. ഭരണത്തിന്റെ ആദ്യനാളിൽ നഗരത്തിലെ മാലിന്യ നിർമ്മാർജ്ജനത്തിന് പ്രാധാന്യം നൽകുമെന്ന് മേയർ പറഞ്ഞു. ഉറവിട മാലിന്യ സംസ്കരണത്തിനായി ജനങ്ങളെ ബോധവാന്മാരാക്കും. കല്ലുത്തൻകടവ് കോളനിയിലെ വികസനത്തിന് നടപടിയുണ്ടാക്കും. സ്ത്രീ സൌഹൃദ ശുചിമുറികൾ സ്ഥാപിക്കാനും പരിപാലിക്കാനും വിവിധ സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കും. സൈബർ പാർക്ക് വികസനം, ടൌൺഹാളിൽ ഫോട്ടോ സ്ഥാപിക്കൽ തുടങ്ങി നിരവധി ആവശ്യങ്ങൾ മേയർക്ക് മുൻപിൽ സമർപ്പിച്ചു. കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി പ്രസിഡന്റ് P. ഗംഗാധരൻ അധ്യക്ഷം വഹിച്ചു. അഡ്വൈസറി ബോർഡ് ചെയർമാൻ M. മുസമ്മിൽ മേയർക്ക് മെമ്മോറാണ്ടം നൽകി. TP അഹമ്മദ് കോയ, TP വാസു, കുഞ്ഞോത്ത് അബൂബക്കർ, ബാലകൃഷ്ണമാരാർ, ഐബ് തോമസ്, ഡോക്ടർ AM ഷെരീഫ്, സുബൈർ കൊളക്കാടൻ, K. ഹാഷിം, ഇമ്പിച്ചമ്മദ്, റോണി ജോൺ, കട്ടയാട്ട് വേണുഗോപാൽ, കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി സെക്രട്ടറി അബ്ദുള്ള മാളിയേക്കൽ, ജോയിന്റ് സെക്രട്ടറി മുനീർ കുറുമ്പടി എന്നിവർ സംസാരിച്ചു. കോടതി വിധിയെ തുടർന്ന് ഒഴിഞ്ഞ KSEB കൊയിലാണ്ടി നോർത്ത് സെക്ഷൻ ഓഫീസിന് ഇടം കിട്ടാത്തത് ഉപഭോക്താക്കളെ വലയ്ക്കുന്നു. നഗരത്തിൽ കെട്ടിടം കിട്ടിയില്ലെങ്കിൽ 8 കിലോമീറ്റർ അകലെയുള്ള KSEB സബ്സ്റ്റേഷനിലേക്ക് മാറ്റാനാണ് നീക്കം. കൊയിലാണ്ടി KSEB നോർത്ത് സെക്ഷൻ ഓഫീസ് നിലവിലുള്ള കെട്ടിടത്തിൽ നിന്ന് കോടതി വിധിയെ തുടർന്ന് ഒഴിയുന്നു. എന്നാൽ 22,000-ഓളം ഉപഭോക്താക്കളാണ് ഇതുവഴി ബുദ്ധിമുട്ടിലാവുന്നത്. പകരം പുതിയ സ്ഥലവും കെട്ടിടം ഇതുവരെ ഒത്തുകിട്ടാത്തതിനാൽ ഓഫീസ് പ്രവർത്തനം അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. നിലവിൽ കൊയിലാണ്ടി മെയിൻ റോഡിൽ RTO ഓഫീസിന് സമീപമാണ് വൈദ്യുതി ഓഫീസ് പ്രവർത്തിക്കുന്നത്. വാടക തർക്കത്തിൽ കോടതിയെ സമീപിച്ച കെട്ടിടോടമയ്ക്ക് അനുകൂലമായാണ് വിധി വന്നത്. കെട്ടിടം ഒഴിഞ്ഞുകൊടുക്കാനുള്ള അവസാന തീയതി വ്യാഴാഴ്ചയായിരുന്നു. എന്നാൽ ഓഫീസിലെ സാധന സാമഗ്രികൾ മാറ്റാൻ 10 ദിവസം കൂടി ഉടമ കനിഞ്ഞു നൽകിയിരിക്കുകയാണ്. അതിനിടയിൽ പുതിയ കെട്ടിടം കണ്ടെത്തണം. മാറ്റുന്നത് ഉള്ളിയൂർ പഞ്ചായത്തിലേക്കാണ് പറയുന്നത്. ഉള്ളിയൂർ പഞ്ചായത്ത് KSEBയുടെ കണ്ണൂരിലുള്ള സബ്സ്റ്റേഷനിലേക്ക് മാറ്റുകയാണ്. അങ്ങനെ മാറ്റുന്നതോടുകൂടി കൊയിലാണ്ടി 8 കിലോമീറ്റർ അകലെയാണ് ഈ സബ്സ്റ്റേഷൻ കിടക്കുന്നത്. അപ്പോൾ ആളുകൾ 2 ബസ്സിലൊക്കെ കയറിയിട്ട് പോയിട്ട് വേണ്ടി പണം അടയ്ക്കാൻ. ഇവർ പറയുന്നത് ഉദ്യോഗസ്ഥമായി പറയുന്നത് ഓൺലൈനിലേക്ക് അടയ്ക്കാൻ വേണ്ടിയിട്ടാണ്. 2000 സ്ക്വയർ ഫീറ്റെങ്കിലുമുള്ള കെട്ടിടമാണ് ഓഫീസിനും വേണ്ടത്. റോഡ് സൌകര്യവും മറ്റും പരിഗണിച്ച് 15,000 രൂപ വരെ വാടക നൽകാൻ ബോർഡ് തയ്യാറാണ്. നിലവിൽ 3000 സ്ക്വയർ ഫീറ്റിലധികം വിസ്താരമുള്ള ഓഫീസിന് 7,000 രൂപയാണ് KSEB വാടക നൽകിയിരുന്നത്. വാടക വർധന ആവശ്യപ്പെട്ടാണ് ഉടമ കോടതിയെ സമീപിച്ചത്. 5 വർഷം മുൻപ് കോടതി വ്യവഹാരം ആരംഭിച്ചെങ്കിലും പ്രശ്നം പരിഹരിക്കാത്തതിനാൽ ആരും താൽപര്യം പ്രകടിപ്പിച്ചില്ലെന്നും ആക്ഷേപവുമുണ്ട്. കെട്ടിടം ഒഴിയാനുള്ള ഹൈക്കോടതി വിധി വന്നിട്ട് 6 മാസമായി. ഈ കാലയളവിനിടയിലും പ്രശ്നം പരിഹരിക്കാൻ ആരും മുൻകൈയെടുത്തിട്ടില്ല. മറ്റൊരു സ്ഥലം കണ്ടെത്താനും ഉന്നത ഉദ്യോഗസ്ഥരോ ജനപ്രതിനിധികളോ വേണ്ടത്ര താൽപര്യം കാണിച്ചിട്ടില്ല. ഇതെല്ലാം ജീവനക്കാർ തന്നെ കണ്ടെത്തണമെന്ന നിലപാടിലാണ് ജനപ്രതിനിധികൾ. ഓഫീസ് എങ്ങോട്ട് മാറ്റണമെന്ന കാര്യത്തിൽ ഇനിയും തീരുമാനമായിട്ടില്ല. നഗരത്തിൽ ഓഫീസ് പ്രവൃത്തിക്ക് ആവശ്യമായ കെട്ടിടം കിട്ടിയില്ലെങ്കിൽ 8 കിലോമീറ്റർ അകലെയുള്ള KSEB സബ്സ്റ്റേഷനിലേക്ക് മാറ്റുമെന്നാണ് അധികൃതരുടെ നിലപാട്. കെട്ടിടം ലഭിക്കാൻ നിലവിലുള്ള സാഹചര്യത്തിൽ പ്രയാസവുമാണ്. മനുഷ്യസ്നേഹത്തിന്റെ ധീരമായ പ്രതീകമായ നൌഷാദിന്റെ ജീവത്യാഗത്തെ മതത്തിന്റെ മതിൽക്കെട്ടുകൾക്കകത്ത് തളയ്ക്കാൻ നോക്കുന്നത് മതവിദ്വേഷത്തിന്റെ മനോരോഗത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. വർഗീയ കലാപം ഉണ്ടാക്കി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനുള്ള ശ്രമമാണ് വെള്ളാപ്പള്ളിയുടെ യാത്രയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. വർഗീയ ചേരിതിരിവിന് ശ്രമിക്കുന്നവർക്കെതിരെ മതമേതായാലും മനുഷ്യൻ നന്നായാലും മതിയെന്ന മുദ്രാവാക്യമുയർത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ഈ മാസം 4-ന് തിരുവനന്തപുരം രക്തസാക്ഷി മണ്ഡപത്തിൽ മതസൌഹാർദ്ദ സദസ്സ് സംഘടിപ്പിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. മതസാഹോദര്യത്തിന്റെ നെഞ്ചിലൂടെ വെള്ളാപ്പള്ളി നടത്തുന്ന യാത്ര അസമത്വ ജാഥയാണ്. ഈ വിദ്വേഷ ജാഥ കേരളത്തിന് അപമാനമാണ്. കേരളീയ സമൂഹത്തെ ഗുജറാത്ത് മാതൃകയിൽ ഭിന്നിപ്പിച്ച് വർഗീയ കലാപം ഉണ്ടാക്കാനും അതുവഴി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനുമാണ് ഈ യാത്ര കൊണ്ട് ശ്രമിക്കുന്നത്. കേരളത്തെ ലക്ഷ്യമിട്ട അമിത്ഷായുടെ അജണ്ടയാണ് വെള്ളാപ്പള്ളിയിലൂടെ നടപ്പാക്കാൻ ശ്രമിക്കുന്നതെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. സമാനതകളില്ലാത്ത മനുഷ്യസ്നേഹത്തിന്റെ പ്രതീകമായ നൌഷാദിനെയും നൌഷാദിന്റെ മരണത്തെയും രാഷ്ട്രീയ ലക്ഷ്യത്തിനു വേണ്ടി ഉപയോഗിക്കുന്നത് മതവിദ്വേഷ മനോരോഗത്തെയാണ് സൂചിപ്പിക്കുന്നത്.
വെള്ളാപ്പള്ളിയെ പിന്തുണച്ച് BJP നേതാക്കൾ മുഴുവൻ ശശികലമാരായി മാറിയെന്നും നൌഷാദിനെതിരെ വർഗീയ വിഷം പുരട്ടി സംസാരിച്ച വെള്ളാപ്പള്ളിയെ അനുകൂലിക്കുകയും പിന്നാലെ നൌഷാദിനെ വീട്ടിലെത്തി കുടുംബത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്ത BJP സംസ്ഥാന പ്രസിഡന്റ് V. മുരളീധരൻ ഇരയെയും വേട്ടക്കാരനെയും ഒരുപോലെ കൊണ്ടു നടക്കുന്ന ആണും പെണ്ണും കെട്ട രാഷ്ട്രീയമാണ് കളിക്കുന്നതെന്നും ഡീൻ പറഞ്ഞു. കൌൺസിലർ വിദ്യാ ബാലകൃഷ്ണൻ, യൂത്ത് കോൺഗ്രസ് പാർലമെന്റ് നിയോജക മണ്ഡലം പ്രസിഡന്റ് PP നൌഷീർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വെള്ളാപ്പള്ളിയുടെ സമത്വ മുന്നേറ്റ യാത്ര സംസ്ഥാനത്തെ ഇരുമുന്നണികളെയും ഉറക്കം കെടുത്തിയിരിക്കുകയാണെന്ന് BJP സംസ്ഥാന സെക്രട്ടറി VV രാജൻ. KT ജയകൃഷ്ണൻ ബലിദാന ദിനത്തോടനുബന്ധിച്ച് യുവമോർച്ച സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നയിക്കുന്ന സമത്വ മുന്നേറ്റ യാത്ര സംസ്ഥാനത്തെ ഇരുമുന്നണികളുടെയും ഉറക്കം കെടുത്തിയിരിക്കുകയാണെന്നും ഇതാണ് അദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ കാരണമെന്നും BJP സംസ്ഥാന സെക്രട്ടറി VV രാജൻ അഭിപ്രായപ്പെട്ടു. KT ജയകൃഷ്ണൻ ബലിദാനത്തോടനുബന്ധിച്ച് യുവമോർച്ച സംഘടിപ്പിച്ച പൊതുസമ്മേളനം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചില യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറഞ്ഞാണ് സമത്വ മുന്നേറ്റ യാത്ര മുന്നേറുന്നത്. ഇതിൽ അസ്വസ്ഥരായി ഇരുമുന്നണിക്കാരും ഉറഞ്ഞുതുള്ളുകയാണ്. വെള്ളാപ്പള്ളി നടേശനെതിരെ കേസെടുക്കുക വഴി പച്ചയായ മുസ്ലിം പ്രകടനമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത്. അസഹിഷ്ണുത എന്ന പദം ഏറ്റവും കൂടുതൽ യോജിക്കുന്നത് ഇടതു വലത് മുന്നണികൾക്കാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. CPMന്റെ ഉരുക്കുകോട്ടയിൽ വിള്ളൽ വീഴ്ത്തി ദേശീയ പ്രസ്ഥാനത്തിന് കരുത്ത് തെളിയിച്ചതാണ് KT ജയകൃഷ്ണനെ കൊലപ്പെടുത്തുവാൻ കാരണമായതെന്നും VV രാജൻ പറഞ്ഞു. തങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുനാഥന്റെ ചേതനയറ്റ ശരീരം കൺമുന്നിൽ കണ്ട് ആ അധ്യാപകന്റെ ചുടുചോര ചീറ്റിത്തെറിച്ച ആ പിഞ്ചു കുഞ്ഞുങ്ങള് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഏതാണ്ട് 6 മാസത്തിലധികം ആ കുട്ടികൾക്ക് കൌൺസിലിംഗ് നടത്തേണ്ടതായ അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് K. പ്രേംജിത്ത് അധ്യക്ഷം വഹിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് P. രഘുനാഥ്, TP ജയചന്ദ്രൻ, TK പത്മനാഭൻ, TK പ്രഭാകരൻ, TA നാരായണൻ, MC ശശീന്ദ്രൻ, നമ്പിടി നാരായണൻ, സുഗീഷ് കൂട്ടാലിട, ഷിനുബ്രാജ് എന്നിവർ സംസാരിച്ചു. ഇനി വാർത്തകൾ ചുരുക്കത്തിൽ. കോഴിക്കോട് കിളിപ്പാട്ട് സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനതലത്തിൽ ഏർപ്പെടുത്തിയ കഥാ, കവിത, സംഗീത അവാർഡുകൾ പ്രഖ്യാപിച്ചു. കഥാവിഭാഗത്തിൽ സജീവ് മന്ദരത്തൂരിന്റെ ബലിമൃഗങ്ങൾ, കവിതാ വിഭാഗത്തിൽ സായ് കലയുടെ കടം എന്നിവ തെരഞ്ഞെടുക്കപ്പെട്ടു. സംഗീതരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം മോഹൻദാസ് വടകരയ്ക്കാണ്. 5001 രൂപയും പ്രശസ്തിപത്രവും അടങ്ങുന്ന പുരസ്കാരം ജനുവരി ആദ്യവാരം ബാലുശ്ശേരിയിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കുമെന്ന് കിളിപ്പാട്ട് സാംസ്കാരിക വേദി വൈസ് ചെയർമാൻ കുട്ടിക്കൃഷ്ണൻ നാരായണ നഗരം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൊയിലാണ്ടി വൈദിക ആചരണ പഠന കേന്ദ്രമായ ആർഷവിദ്യാപീഠത്തിന്റെ ആഭിമുഖ്യത്തിൽ കൊയിലാണ്ടി കൊരേങ്ങാട് തെരു ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ വെച്ച് ഡിസംബർ 4 മുതൽ 6 വരെ ആർഷസബര്യ 2015 എന്ന പേരിൽ ശ്രീരുദ്ധയജ്ഞം നടത്തുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ മുഖ്യ വിഗ്രഹവാഹകനായ ബ്രഹ്മശ്രീ മൂർത്തി കാളിദാസ് ഭട്ടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ചണ്ഡികാ ഹോമവും ദക്ഷിണാമൂർത്തി സ്വാമികളുടെ മകൾ ഗോമതി ശ്രീ നയിക്കുന്ന കർണാട്ടിക് സംഗീത സഭരിയും ഉണ്ടായിരിക്കും. 3 ദിവസങ്ങളിലായി നടത്തപ്പെടുന്ന യജ്ഞങ്ങളിൽ പങ്കെടുക്കാൻ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 8546490411. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 51ാമത് സംസ്ഥാന സ്കൂൾ കായികമേള ഡിസംബർ 5 മുതൽ 8 വരെ കോഴിക്കോട്ട്. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ. കലാകായിക സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു തലമുറ വളർന്നു വന്നില്ലെങ്കിൽ തീവ്രവാദ വർഗീയ മനോഭാവങ്ങളിലേക്ക് യുവത്വം വഴുതി വീഴാനിടയുണ്ടെന്ന് ബാബു പറശ്ശേരി. മാൻഹോൾ ദുരന്തത്തിൽ മരണപ്പെട്ട നൌഷാദിന്റെ മരണത്തിന് സമാനമായ ജീവത്യാഗം ചെയ്ത ഹരിത് കുമാറിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപയും സർക്കാർ ജോലിയും അനുവദിക്കണമെന്ന് ഹിന്ദു ഐക്യവേദി. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.